ജമ്മു കശ്മീരിലെ രജൌരിയിൽ ഭീകരർക്കായി 8ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. രജൌരിയിലെ മഞ്ചാകോട്ട് സെക്ടറിലെ വനമേഖല പൂർണ്ണമായും സൈന്യവും പോലീസും വളഞ്ഞു. ഗംഭീർ മുഗ്ലാൻ ധോരിമാൽ കാടുകളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് രഹസ്യവിവരം. ആർമി, ജമ്മു കശ്മീർ പോലീസ്, CRPF എന്നിവരുടെ സംയുക്ത ഓപ്പറേഷനാണ് നടക്കുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ 8ാം ദിവസമാണ് പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭീകരരുടെ നമ്പറടക്കമുള്ള കാര്യങ്ങളിൽ എത്ര ഭീകരരുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടോ നന്ദൻ? പാകിസ്ഥാനിൽ നിന്നും അതിർത്തി വഴി നുഴഞ്ഞു കയറിയ ഭീകരർ ഈ രജൌരി സെക്ടറിലെ മഞ്ചാക്കോട്ട് മലമേഖലയിലുണ്ട് എന്നുള്ളത് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നൽകിയ റിപ്പോർട്ടായിരുന്നു. ഇത് പരിഗണിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടന്നത്. ഇന്നിപ്പോൾ 8ാം ദിവസമാണ് ഈ തെരച്ചിൽ തുടരുന്നത്. കരസേനയോടൊപ്പം CRPFും ജമ്മു കാശ്മീർ പോലീസും ഈ തെരച്ചിലിൽ സജീവമാണ്. കൂടുതൽ സൈന്യത്തെ ഈ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. രാവും പകലും ഒരേപോലെയുള്ള സെർച്ചിങ് നടപടികളാണ് തുടരുന്നത്. ഒപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും തെർമൽ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടപടികളും ഊർജിതമാണ്. കരസേനയുടെയും പോലീസിൻ്റെയും ശ്വാനസേനയും ഈ തെരച്ചിലിൽ രംഗത്ത് സജീവമാണ്. ഏതായാലും ഭീകരർ ഉടൻ തന്നെ സൈന്യത്തിൻ്റെ തോക്കിൻ മുനകളിൽ എത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം ഇത്രയധികം ദിവസം ഈ ഭീകരർക്ക് യാതൊരുവിധ സഹായങ്ങളുമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭീകരർ ഇപ്പോഴും കാടിനുള്ളിൽ, ഈ മഞ്ചാക്കോട്ട് സെക്ടറിലെ കാടിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ഇതനുസരിച്ച് ഈ മഞ്ചാക്കോട്ട് സെക്ടറിലെ വനമേഖല പൂർണ്ണമായും സൈന്യവും CRPFും അടങ്ങുന്ന സംയുക്ത സേന വളഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ തന്നെ ഇവരെ തുരത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇവരെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുവാൻ വേണ്ടിയാണ് പ്രധാനമായും സൈന്യം മുൻഗണന നൽകുന്നത്. ഇതിനുവേണ്ടിയുള്ള തെരച്ചിൽ നടപടികളാണ് ഇന്നിപ്പോൾ 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രജിത്ത്. ഓക്കെ നന്ദൻ, എന്തായാലും ഭീകരർക്കായുള്ള തിരച്ചിലാണ്. 8ാം ദിവസവും സേന പരിശോധന തുടരുകയാണ്. കാരണം കാട്ടിലൊളിച്ചിരിക്കുന്നവരാണ്. അവർ സേനയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ പുറത്തേക്ക് വരില്ല. പക്ഷേ അവരെ കണ്ടെത്തിയിട്ട് ഈ തിരച്ചിൽ അവസാനിപ്പിക്കൂ എന്നുള്ള ഒറ്റ ദൃഢനിശ്ചയത്തിൽ നമ്മുടെ സൈനിക വിഭാഗങ്ങൾ മുന്നോട്ട് പോവുകയാണ്.